കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റ്സിലെ പോക്കറ്റ് ഗാർഡൻസിനെ പറ്റി. അതിൻ്റെ ഒരു ടൂറാണ് ഈ ഷോർട്ട് വീഡിയോ. 37 ഫ്ലോർസുള്ള സിലോൺ സ്യൂട്ട്സിൽ 4 ഫ്ലോർസിലാണ് പോക്കറ്റ് ഗാർഡൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന 34th ഫ്ലോറിലും ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. ആക്ച്വലി പോക്കറ്റ് ഗാർഡൻസ് ഉള്ള ഫ്ലോർസിൽ അവിടെ ഡിമാൻഡ് ഇച്ചിരി കൂടുതലാണേ. ഇതായിരുന്നു ഞങ്ങളുടെ ഫ്ലോറിലെ പോക്കറ്റ് ഗാർഡൻ. ഇൻഫാക്ട് ഇത് കണ്ടതിന് ശേഷമാണ് ബാക്കി ഫ്ലോർസിലെയും ഗാർഡൻസ് പോയി കാണണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത്. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോന്നും ഒന്നിനൊന്ന് ബെറ്റർ ആയിരുന്നു കേട്ടോ. ഓരോന്നിൻ്റെയും ലേഔട്ടും ഡിസൈനും അതിനകത്ത് കൊടുത്തിരിക്കുന്ന സീറ്റേഴ്സും അതിലെ പ്ലാന്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം വ്യത്യസ്തതയുള്ളതായിരുന്നു. ഇതായിരുന്നു അടുത്ത ഫ്ലോറിലെ ഗാർഡൻ. ഈ ഗാർഡൻസിൻ്റെ എല്ലാം ഒരു കോമൺ ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഇവയെല്ലാം ഫേസ് ചെയ്യുന്നത് പെട്രോണാസും മറ്റു ടവേഴ്സും ഉള്ള ഈ വ്യൂ പോയിന്റിലേക്കായിരുന്നു. അതുതന്നെയായിരുന്നു ഈ ഗാർഡൻസിൻ്റെ എല്ലാം ഒരു മേജർ അട്രാക്ഷനും. ഈ ഗാർഡൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നേ. സ്റ്റെയർസ് കയറി മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സീറ്റിംഗ് ഏരിയയും കൂടെ ഉണ്ട്. അവിടെ ബാൽക്കണി പോലെ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ക്യൂട്ട് ചെയർസും ഒരു ടേബിളും ഉണ്ടായിരുന്നു. ടീ ടൈം, സ്നാക്ക് ടൈം ഒക്കെ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐഡിയൽ സ്പേസ് ആണിത്. ഈ 4 ഗാർഡൻസിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് പറയുന്നതും ഈ ഒരു സ്പേസ് ആയിരുന്നു. ഇതാണ് 3ാമത്തെ ഗാർഡൻ. ഈ ഹാങ്ങിങ് ചെയർസിന്റെ അബണ്ടൻസ് നോക്കിയേ, അതായിരുന്നു ഇവിടുത്തെ പ്രത്യേകത. ഇതാണ് 4ാമത്തെ ഗാർഡൻ. ഈ ഹാങ്ങിങ് സീറ്റേഴ്സ് കണ്ടോ, ഇത് റൊട്ടേറ്റിംഗ് ചെയർസ് ആണേ. ഇതിലിരുന്ന് ഇങ്ങനെ കറങ്ങാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ 4 ഗാർഡൻസും എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്ര തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.